കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്ന് രാവിലെ ഉണർന്നത് വലിയൊരു സന്തോഷ വാർത്ത കേട്ടുകൊണ്ടാണ്. ഫ്രഞ്ച് സൂപ്പർ താരമായ കിടിലൻ താരമായ സെന്റർ ബാക്ക് അലക്സാണ്ടർ കോഫ് ബ്ലാസ്റ്റേഴ്സുമായി ധാരണയിലായി എന്ന വാർത്തയുമായി ആണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉണർന്നത്. എന്നാൽ ആ വാർത്ത പുറത്തേക്ക് വിട്ടത് IFT ന്യൂസ് മീഡിയ ആയിരുന്നു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെ മാർക്കസ് പുറകലാവോ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആ സന്തോഷമെല്ലാം മായ്ച്ചുകൊണ്ട് നിരാശ അവരുടെ മനസ്സിലേക്ക് കൊടികുത്തി വീണു. കാരണം മാർക്കസ് പുറകലാവോ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അലക്സാണ്ടർ കോഫ് എന്ന് പറയുന്ന താരം ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചയിലാണ്. എന്നാൽ അദ്ദേഹവുമായി ബ്ലാസ്റ്റേഴ്സ് ധാരണയിലെത്തി എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഇനി അദ്ദേഹവുമായി ബ്ലാസ്റ്റേഴ്സ് കരാർ ഒപ്പുവെക്കുമോ അത് ഒപ്പുവെക്കാതിരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം നിരാശയിലായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്കസ് പുറകലാവോ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സും അദ്ദേഹവുമായി ചർച്ച നടക്കുകയാണ്, എന്നാൽ കരാർ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിന് വേണ്ടി ഇതുവരെയും ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ നോക്കാതിരുന്നിട്ടില്ല എന്നൊന്നും മാർക്കസ് പറഞ്ഞിട്ടില്ല. പകരം ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹവുമായി ചർച്ചയിലാണെന്നാണ് മാർക്കസ് പറയുന്നത്. എന്നാൽ കരാർ ഒപ്പിട്ടോ എന്നതിൽ മാർക്കസ് പുറകലാവോയ്ക്ക് ഒരു വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അടുത്ത ദിവസങ്ങൾ തന്നെ കരാർ ഒപ്പിടുകയാണെങ്കിൽ മാർക്കസ് നമ്മളെ അറിയിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഫ്രഞ്ച് സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കം ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ 100% സാധ്യതയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ താരം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതും. എന്തായാലും മാർക്കസ് പുറകലാവോ തന്നെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും മാർക്കസിന് ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റാണ് അദ്ദേഹം നമ്മളുമായി ഷെയർ ചെയ്തത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ മാർക്കസ് പുറകലാവോ അദ്ദേഹത്തെ സ്വന്തമാക്കിയതുള്ള അപ്ഡേറ്റ് വരെ പങ്കുവച്ചേക്കാം. എന്തായാലും മാർക്കസ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ അലക്സാണ്ടർ കോഫ് ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പുവെച്ചു എന്നതിൽ വ്യക്തതയില്ല. പകരം ഇനി അദ്ദേഹം കരാർ ഒപ്പുവെക്കുമോ എന്നതും തനിക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാലും ഉടൻ തന്നെ താരം ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പുവെക്കുന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. ഇനി താരത്തിൻ്റെ കളിശൈലി എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ താരം CR7 കളിച്ചിട്ടുള്ള ഒരു താരമാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ താരം റയൽ മാഡ്രിഡിനെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കെതിരെ പന്ത് തട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ധാരാളം ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. എന്തായാലും മികച്ചൊരു താരം തന്നെയാണ് ഈ താരം. സെൻറ്റർ ബാക്കും അതുപോലെ തന്നെ റൈറ്റ് ബാക്കായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് അലക്സാണ്ടർ കോഫ് എന്ന് പറയുന്ന ഈ സൂപ്പർ താരം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇനി ഇദ്ദേഹത്തിൻ്റെ സൈനിങ് വിദൂരത്താവില്ല. ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ സൈനിങ് പ്രഖ്യാപിക്കും. അതിന് മുമ്പ് തന്നെ മാർക്കസ് പുറകലാവോയും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്.